ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് യേശു പറഞ്ഞു. നിങ്ങളുടെ ചിന്താകുലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളെയാണ് നിങ്ങളുടെ ചിന്താകുലങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളെല്ലാം നാം യഹോവയ്ക്ക് നമ്മുടെ കർത്താവായ യേശു കർത്താവിന് നാം കൊടുക്കണം. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന്. പഴയ നിയമത്തിൽ നമുക്ക് ഹിസ്കിയ രാജാവിനെ കാണുവാൻ സാധിക്കും. ഹിസ്കിയ രാജാവിന് നേരെ അശൂർ രാജാവ് യുദ്ധത്തിന് വരുന്ന സമയത്ത് ഹിസ്കിയ രാജാവ് ആ യുദ്ധത്തെ യഹോവയ്ക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ 2 ദൂതന്മാർ ഇറങ്ങി അശൂർ രാജാവിൻ്റെ പാളയത്തിൽ ഒരു വലിയ സംഹാരം നടത്തുന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ ഇസ്രായേൽ പൊരുതുക പോലും ചെയ്യാതെ ജയിക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പല യുദ്ധങ്ങളും ഉണ്ടാകും. ഈ യുദ്ധങ്ങൾ നാം ദൈവത്തിന് സമർപ്പിച്ചാൽ ദൈവം നമ്മളെ അവിടെ നിന്ന് വിജയിപ്പിക്കും. പക്ഷേ നാം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ തന്നെയാണോ നിൽക്കുന്നത് എന്ന്. യോശുവയുടെ പുസ്തകത്തിൽ നമുക്കൊരു യുദ്ധം കാണുവാൻ സാധിക്കും. അവിടെ യോശുവ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ആ യുദ്ധത്തിൽ യോശുവയും ഇസ്രായേലും ചെറിയ രീതിയിൽ പരാജയപ്പെടുന്നു. അതിൻ്റെ കാരണം എന്ത് എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ, ഇതിനു മുമ്പേ ചെയ്ത യുദ്ധത്തിൽ ഒരാൾ ശബ്ദാർപ്പിതമായി നശിപ്പിക്കുവാനുള്ള സ്ഥലത്ത് നിന്ന്, ശബ്ദാർപ്പിതമെന്ന് വെച്ചാൽ പൂർണ്ണമായി നശിപ്പിക്കണം, അവിടെ നിന്ന് ചിലത് എടുത്തു വച്ചിരുന്നു. അതുകൊണ്ടാണ് ആ യുദ്ധത്തിൽ ജയിക്കാത്തത് എന്ന് അറിയുവാൻ സാധിച്ചു. ഇതുപോലെ തന്നെ നാമും ദൈവത്തിൻ്റെ വ്യവസ്ഥയിലാണ് നിൽക്കുന്നത് എങ്കിൽ, അതായത് ദൈവത്തോട് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ചാണ് നിൽക്കുന്നത് എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ദൈവത്തിൻ്റെ യുദ്ധങ്ങളായി കണ്ട് ദൈവം അതിലെല്ലാം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കേരളത്തിലെ ഒരു വലിയ അഭിഷിക്തൻ ഇങ്ങനെ പറയും, പുറപ്പാട് പുസ്തകത്തിൽ, യഹോവയായ ദൈവം എപ്പോഴും നിങ്ങൾ എൻ്റെ ജനത്തെ, ഫറവോനെ നീ എൻ്റെ ജനത്തിനെതിരെ വന്നതെന്തെന്നല്ല, എനിക്കെതിരെ നീ വന്നതെന്ത് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതെ, അങ്ങനെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. അതെ, നിങ്ങൾ അവൻ്റെ മക്കളാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി തന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കാതെ ഇരിക്കുമോ? നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളുടെ യുദ്ധങ്ങൾ ദൈവത്തിൻ്റെ യുദ്ധങ്ങളായി മാറും. ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ, ഇത് കേട്ട എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ കർത്താവേ. യേശുവപ്പ സ്തോത്രം. ഇവരുടെ യുദ്ധങ്ങളെല്ലാം യേശുവപ്പ അങ്ങേറ്റെടുക്കണമേ കർത്താവേ. യേശുവപ്പ, ഇവരെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ കർത്താവേ. യേശുവേ, രഹസ്യ പാപങ്ങളിൽ നിന്നും വിടുവിക്കണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.